അജ്രക് പ്രിന്റിന്റെ അതായത് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടോപ്പുകൾ. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കരുതും ഓവർ ഇതിനകത്ത് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. കാഷ്വൽ വിയർ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളുമാണ്. 3 പാനൽസിന്റെ ഒരു പാനൽ കട്ടെന്ന് പറയാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പ്രിന്റ് ഒന്നും അല്ല, ഇതിന്റെ ഇത്രയും പ്രിന്റുകളിലേക്കുണ്ട്. അപ്പൊ ഇത് ഞാൻ എന്താ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കളേഴ്സ് നിങ്ങൾക്ക് കുറച്ചൊന്ന് മനസ്സിലാവാൻ വേണ്ടി, എന്നാൽ കുറച്ച് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു പ്രിന്റില്ലേ, ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റുകൾ, അതിൻ്റെ തന്നെ രണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട്. എല്ലാം ആ സെയിം അജ്രക്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന കളേഴ്സിലേക്ക് തന്നെയാണ്. ഗ്രീൻ ബോഡി വരുന്നുണ്ട്, ബ്ലാക്ക് ബോഡി വരുന്നുണ്ട്, ബ്രിക്ക് റെഡ് ബോഡി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ബോഡി വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോക്കിലേക്കായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടും, അതേപോലെ ഇപ്പം ഞാൻ സാധാരണ നമ്മൾ എപ്പോഴും റെഡിനകത്തേക്കും എല്ലാ കളറിനകത്തേക്കും ഈ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലൂവിനകത്തേക്ക് ഗ്രീൻ കൊടുത്തേക്കൊണ്ട് തന്നെ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ബ്രിക്ക് റെഡിനകത്തേക്ക് ബ്ലാക്ക് യോക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലുള്ള, അതുകൊണ്ട് നമ്മൾ വാട്സാപ്പിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. കോളർ നെക്ക് പാറ്റേണിലേക്കാണ്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കും ആ സെയിം യോക്കിലേക്ക് കൊടുത്തേക്കുന്ന പാച്ച് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്കും ആ ഒരു പാനൽ കട്ടിങ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. വിതൗട്ട് ലൈനിങ് ആണ് നമ്മളിത് ചെയ്തേക്കുന്നത് കേട്ടോ. 690 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള പ്രൈസ് റേഞ്ചിലേക്കാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോന്നോരോന്ന് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഞാൻ പറഞ്ഞു ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലേക്കാണ്. നമ്മളിപ്പോൾ കണ്ട ബ്രിക്ക് റെഡ് ബോഡി വന്നതിൻ്റെ തന്നെ തിരിച്ച് റിവേഴ്സ് ആയിട്ട്, അതായത് ബ്ലാക്ക് ഇതിലേക്ക് ബോഡിയും ബ്രിക്ക് റെഡിൻ്റെ തന്നെ യോക്കും കൊടുത്തേക്കുന്ന ഇതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകളാട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നതിൻ്റെ തന്നെ റിവേഴ്സ് ആയിട്ടുള്ളത്, അതായത് ഗ്രീൻ പോർഷനാണ്, ഗ്രീൻ ആണ് ഇതിൻ്റെ പ്രിന്റുകളാണ്. ഇതിൻ്റെ മെയിൻ ബോഡിയിലേക്ക് വന്നേക്കുന്നത്, ഇതിൻ്റെ യോക്ക് പോർഷനിലേക്ക് ബ്ലൂ കളറിലേക്കും. ഇത് രണ്ടും രണ്ട് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സാണ്. എടുത്തൊരു കോൺട്രാസ്റ്റ് യോക്ക് കാണിക്കാത്ത കളേഴ്സാണ് കേട്ടോ. ബാക്ക് പോർഷനിലേക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറൽ പ്രിന്റുകൾ തന്നെ രണ്ട് പാറ്റേണിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതെ രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. നല്ല കുറച്ചുകൂടെ വലിയ പ്രിന്റുകളാണെന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഇട്ടേക്കുന്നതിനെക്കാട്ടിലും. രണ്ടും നല്ല രസമുണ്ട്. അപ്പം നമുക്കിത് ആദ്യം കാണാം കേട്ടോ. കോമ്പിനേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. എല്ലാത്തിൻ്റെയും തന്നെ ബേസ് കളർ വന്നേക്കുന്നതൊക്കെ സെയിം ആയിട്ട് തന്നെയാണ്. അജ്രക്കിൻ്റെ നല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാട്ടോ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബ്രിക്ക് റെഡ് കോമ്പിനേഷൻ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പേഴ്സിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇങ്ങനെ ഇതാണ് ബാക്ക് പോർഷനിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാനൽ കട്ടാണ്, പ്രിൻസസ് കട്ടല്ല. ഫ്രണ്ടിലേക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാനൽ കട്ടിങ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. കോളർ നെക്ക് പാറ്റേൺ ഒക്കെ വന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ തിരിച്ച് റിവേഴ്സ് ആയിട്ട് മെയിനായിട്ടും ബ്രിക്ക് റെഡ് ബോഡിയിലേക്ക് വന്നേക്കുന്നു. ബ്ലാക്ക് ആയിട്ടുള്ളത് ഇതിൻ്റെ യോക്കിലേക്കും വന്നേക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലേക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം തന്നെ നമ്മൾക്ക് കോളർ നെക്കിലേക്ക്, നമ്മൾ സാധാരണ എപ്പോഴും ഇങ്ങനത്തെ കുർത്തീസ് ചെയ്യുമ്പോൾ സാധാ യൂനെക്കൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാത്രം നമ്മളൊന്ന് കോളറിലേക്ക് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഫ്ലോറൽ പ്രിന്റുകൾക്കകത്ത് മാത്രം ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇങ്ങനെ വരുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. കോമ്പിനേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. ബാക്കിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഓൾമോസ്റ്റ് 46 to 47 ഇഞ്ചസ് ലെങ്തിലേക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മെയിൻ ബോഡിയിലേക്ക് വന്നേക്കുന്നത് ബ്ലൂ കളറിലെ ഒരു ബേസാണ്. ഇങ്ങനെ വരുന്നത് ഗ്രീൻ കളറിലെ യോക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു 690 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലേക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മളിപ്പം നമ്മുടെ 2nd ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മുടെ ഷോപ്പ് കളക്ഷനിലേക്കും ഒക്കെ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത്. നമ്മുടെ ഗിയോയുടെ കാര്യം ആരും മറക്കണ്ട. അടിപൊളിയായിട്ടുള്ളൊരു ഗോൾഡ് ചെയിൻ വിൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഒരു റീൽസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റീൽസിൻ്റെ താഴേക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പേജസ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂസിംഗ് എന്ന് വിചാരിക്കേണ്ട, എല്ലാം നല്ല നല്ല പ്രിന്റുകൾ തന്നെയാണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിനകത്തേക്ക് മെസ്സേജ് ചെയ്യാം.